ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇന്റലിജ് ഐലൻഡ്. ഇംഗ്ലീഷ് മാർക്കറ്റിൽ നമുക്ക് കുറച്ച് കക്ക് കിട്ടിയിട്ടുണ്ട്. റേസർ ക്ലാംസ് എന്നാട്ടോ ഈ വെറൈറ്റിയുടെ പേര്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല. അപ്പോൾ റേസർ ക്ലാംസ് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റേസർ ക്ലാംസ്. ഇതിങ്ങനെ ഓരോ കെട്ടായിട്ടായിരുന്നു വാങ്ങാൻ കിട്ടുന്നത്. സോ ഞാനിങ്ങനെ ഒരു കെട്ട് വാങ്ങിച്ചു വെക്കുന്നതാണ്. നമ്മുടെ ചിപ്പി കക്ക പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ക്ലാമാണ് റേസർ ക്ലാം. ക്ലാം ഷെല്ല് നിറച്ച് മണലാട്ടോ, നല്ലോണം സാൻഡുണ്ട്. സോ നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം. പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിക്കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിക്കുവാണേ. തിളച്ച വെള്ളം ഒഴിക്കുമ്പം ഇത് പതുക്കെ ആ ഷെല്ലിൽ നിന്ന് മീറ്റ് വിട്ടു വരാൻ തുടങ്ങും. ഇങ്ങനെ ഓപ്പണായി വരുന്ന കാണാമല്ലോ. ഇപ്പോൾ ഇത് ഷെല്ലെല്ലാം കംപ്ലീറ്റ്ലി ഓപ്പണായി വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചൂടുവെള്ളം കമത്തി കളഞ്ഞിട്ട് നല്ല പച്ചവെള്ളം കൊണ്ട് ഒന്ന് റിൻസ് ചെയ്ത് അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്കിതിനകത്തെ ഷെല്ലും മീറ്റും സെപ്പറേറ്റ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് ഇത് പോരും കേട്ടോ. ഇത്രയും മീറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാവേ. ഇതാണൊരു ബേസിക് സ്ട്രക്ചർ ക്ലാം മീറ്റിൻ്റെ. ഇതിലിപ്പം ഞാൻ ആദ്യം അതിൻ്റെ നെക്കിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് കളയുവാണ്. നെക്സ്റ്റ് ഞാനിത് കട്ട് ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഗട്ട് മെറ്റീരിയലൊക്കെ അവിടെ ഉണ്ട്. സോ ഞാൻ കട്ട് ചെയ്തപ്പോൾ കൊണ്ട് ഒരു സോഫ്റ്റ് പോർഷൻ താഴെ വീണ് പോയി. അത് നല്ല ഭാഗമാട്ടോ, കഴിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഇനി സ്ലോലി ഞാൻ ഫൂട്ടി പിടിച്ച് പതുക്കെ പുൾ ഔട്ട് ചെയ്യുമ്പോൾ ഫൂട്ടിങ് പോരും. അതിനകത്ത് ഗട്ട് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാം. ഈ ഫൂട്ട് കംപ്ലീറ്റ്ലി എഡിബിളാണ് കേട്ടോ. ഇനിയുള്ളത് കുറച്ച് സ്ലെൻഡർ ആയിട്ടുള്ള പോർഷൻസാണ്. അതിനകത്ത് നമുക്ക് ഗട്ട് എവിടം വരെ പോകുന്നോ അതിങ്ങനെ അത് ബ്ലാക്കായിട്ട് കാണാമല്ലോ, ആ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് താഴോട്ട് വലിച്ചാൽ ആ ഫുള്ളായിട്ട് ആ ഗട്ട് മെറ്റീരിയൽ ഫുള്ളായിട്ട് കളയാൻ പറ്റും. അത് വേസ്റ്റ്. ബാക്കി ആ ചെറിയ നൂല് പോലത്തെ ഭാഗമാണ് പിന്നെ എഡിബിളായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കാം.
അങ്ങനെ നമുക്ക് ടോട്ടൽ ഇത്രയും വേസ്റ്റാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയും ക്ലീൻ ചെയ്ത മീറ്റ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കണം. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് വിനേഗറാണ്. വിനേഗർ നല്ലോണം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് റിൻസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം അതിൻ്റെ അഴുക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കാം ഇതിനെ. ക്ലാം മീറ്റ് ഇപ്പം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ്. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ സൂൺ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. താങ്ക് യു ഫോർ യർ ടൈം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ട്രൈ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.